മലയാള സിനിമാ സെറ്റുകളിൽ ക്യാരവാനിൽ ഒളിക്യാമറ വച്ച് നടിമാരുടെ നഗ്നത ചിത്രീകരിക്കുന്നുവെന്ന് ആരോപണം. മലയാള സിനിമയിൽ നടിമാർ സുരക്ഷിതരല്ലെന്ന വാദമാണ് തെന്നിന്ത്യയിലെ പ്രധാന നടിയായ രാധിക ശരത് കുമാർ ചർച്ചയാക്കുന്നത്. നടിമാരുടെ നഗ്നത സൂക്ഷിക്കാൻ പ്രത്യേക ഫോൾഡറുകളുണ്ട്. ഇതിൽ നിന്നും ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കുന്ന നടന്മാരെ താൻ നേരിട്ട് കണ്ടെന്നാണ് രാധികയുടെ വിശദീകരണം. പാടില്ലാത്തത് പലതും കേരളത്തിൽ നടക്കുന്നു. അവരോട് ശക്തമായി പ്രതികരിച്ചു. ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഏത് ചിത്രത്തിന്റെ സെറ്റിലാണ് ഇത് കണ്ടതെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ രാധികയുടെ വെളിപ്പെടുത്തലിൽ പോലീസിന് അന്വേഷണം നടത്തേണ്ട സാഹചര്യം വരും. അതിക്രൂര ക്രൈമുകൾ കേരളത്തിലെ സെറ്റുകളിൽ നടക്കുന്നുവെന്നാണ് ഇതോടെ തെളിയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിലാണ് രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ. തെന്നിന്ത്യയിലെ സുപ്രധാന നടിയാണ് രാധിക. മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തുകയായിരുന്നു നടി രാധിക. ക്യാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. സെറ്റിൽ പുരുഷന്മാർ ഒരുമിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു. ഭയന്നുപോയ താൻ ക്യാരവാനിൽ വച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക പറഞ്ഞു. ഇതോടെ ക്യാരവാനും സുരക്ഷിതമല്ലെന്ന് പറഞ്ഞു വരികയാണ് അവർ. മലയാള സിനിമയിൽ നടക്കുന്നതൊന്നും പുറത്തു പറയാൻ പറ്റാത്തതാണെന്നും അവർ പറയുന്നു. എന്നാൽ ഏത് സിനിമയുടെ സെറ്റിലാണ് ഇത് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞില്ല. ദിലീപ് ചിത്രമായ രാമലീലയിലും പവി കെയർ ടേക്കറിലും രാധിക അടുത്ത കാലത്ത് അഭിനയിച്ചിരുന്നു. ഇതിനൊപ്പം മോഹൻലാൽ ചിത്രമായ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയിലും അഭിനയിച്ചു. 2017 മുതൽ 2024 വരെയാണ് രാധിക ഈ സിനിമകളിൽ അഭിനയിച്ചത്. സിനിമാ ലൊക്കേഷനിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുവെന്ന സൂചനകൾ ഹേമ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് രാധികയുടെ ഈ വെളിപ്പെടുത്തലിന് പ്രാധാന്യം കൂടുന്നതും. നടനും താരസംഘടനയുമായ അമ്മയുടെ മുൻ പ്രസിഡന്റായ മോഹൻലാൽ ഇന്ന് എന്തായാലും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്കാകും മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചിരുന്നു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് മോഹൻലാൽ പ്രതികരണത്തിന് എത്തുന്നത്. മോഹൻലാൽ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനമുണ്ടായിരുന്നു. നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന ആരോപണവും ഉയർന്നുവന്നു. അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്നും സ്ത്രീകൾക്ക് മേൽക്കൈയുള്ള ഒരു നേതൃത്വം വരണമെന്ന തരത്തിലും ചർച്ചകൾ വന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കൂട്ടരാജി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിന് ശേഷമായിരിക്കും മോഹൻലാൽ പ്രതികരിക്കുക. സ്വാഭാവികമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലാലിന് മറുപടി പറയേണ്ടി വരും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മോഹൻലാൽ വേദി പങ്കിടുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നുവെന്നതും ശ്രദ്ധേയമാണ്. കൊച്ചിയിൽ ഫുട്ബോൾ ക്ലബ്ബുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലാണ് നടൻ പൃഥ്വിരാജ് മോഹൻലാൽ അടങ്ങുന്ന അമ്മ ഭരണസമിതിയെ വിമർശിച്ചത്. ഇതിന് പിന്നാലെയാണ് അമ്മയിൽ നിന്ന് മോഹൻലാൽ രാജിവെച്ചത്. ഈ വിഷയത്തിൽ മോഹൻലാലിന്റെ പ്രതികരണം ക്രിക്കറ്റ് ലീഗിന്റെ വേദിയിലാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മുകേഷ്, സിദ്ദിഖ് തുടങ്ങിയ നടന്മാരുടെ പേരിൽ ലൈംഗികാതിക്രമത്തിനപ്പുറം ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയതോടെ മുൻകൂർ ജാമ്യം വലിയ വെല്ലുവിളിയാകുമെന്ന് നിയമവിദഗ്ധരും. പരാതിക്കുണ്ടായ കാലതാമസം പ്രതികൾക്ക് രക്ഷയായേക്കുമെന്ന വിലയിരുത്തലിനിടയിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മുകേഷിന്റെ അറസ്റ്റ് സെപ്റ്റംബർ 3 വരെ സെഷൻസ് കോടതി തടഞ്ഞിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനത്തിന് പരാതിക്കാരിയുടെ മൊഴിയടക്കം നിർണായകമാകും. പരാതി ഉന്നയിക്കാനുണ്ടായ കാലതാമസമാണ് പ്രതികൾ പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കുക. മുകേഷിനെതിരായ ആരോപണത്തിന് 14 വർഷത്തെയും സിദ്ദിഖിനെതിരായ ആരോപണത്തിന് 8 വർഷത്തെയും പഴക്കമുണ്ട്.